ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് PSC എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കഴിയുമ്പോൾ നമുക്ക് 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ നമുക്കൊരു PSCക്കകത്ത് അപ്ലൈ ചെയ്യുകയും അതുപോലെ നമുക്ക് കിട്ടുന്ന ജോലികൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് PSC ടെസ്റ്റുകൾ എഴുതി ഗവൺമെൻറ് ജോലികളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു PSCയുടെ സംഭവം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പലപ്പോഴും അക്ഷയയിലൊക്കെ പോയിട്ടായിരിക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ അതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള വീഡിയോസ് എല്ലാം ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഡിപ്ലോയിങ് വീഡിയോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഒരു PSC അക്കൗണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് PSCക്കകത്ത് ഒരു ജോബ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോസ്, കാര്യങ്ങൾ, ഫിസിക്കൽ മെഷർമെൻറ്റ്സ്, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു ജോലിക്ക് എങ്ങനെ PSC സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അക്ഷയയിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന ഒരു ലാപ്ടോപ്പിലാണ് നിങ്ങളെ ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്കൊരു കമ്പ്യൂട്ടർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഇല്ല എന്നുള്ളവർക്ക് ഫോണിൽ ചെയ്യാനായിട്ട് പഫിൻ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ജസ്റ്റ് ചില ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഫോണിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഫോണിൽ നിന്ന് നമുക്ക് സാധാരണ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചില OK ബട്ടൺസ് നമ്മുടെ ഫോണിൽ വർക്ക് ആവത്തില്ല, ലാപ്ടോപ്പിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഫോണിൽ വർക്ക് ആകാൻ വേണ്ടിയിട്ട് പഫിൻ ബ്രൗസർ എന്ന് പറഞ്ഞ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു OK വരുന്ന സംവിധാനം വരുമ്പോൾ ജസ്റ്റ് ആ ഒരു 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ മൗസ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ OK കൊടുത്താലേ ആ ഒരു OK വരത്തുള്ളൂ. അപ്പോൾ ഫോണിൽ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ളവർ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കുക. ഫോണിൽ എടുക്കേണ്ടവർ അങ്ങനെ ഒരു പഫിൻ ബ്രൗസർ വെച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ലാപ്ടോപ്പിൽ നമ്മൾ ഒരു ക്രോം ബ്രൗസർ എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തുളസി PSC എന്ന് സെർച്ച് ചെയ്യാം. തുളസി PSC എന്നുള്ളത് അതാണ് അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കേരള PSC തുളസി എന്ന് പറഞ്ഞൊരു സൈറ്റ് വരും. ആ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സൈറ്റ് ലോഡായിട്ട് വരും. ഇതാണ് അതിൻ്റെ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. ഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇതേ സൈറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ യൂസർ ID പാസ്വേഡ് നേരത്തെ തന്നെ അക്കൗണ്ടിൽ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ തന്നെ ലോഡായിട്ട് വന്നു. നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ താഴെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ക്യാപ്ച എടുത്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ആ ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ഫോർ എ പോസ്റ്റ് എന്ന് കാണിക്കും. അവിടെ എടുത്തതിന് ശേഷം സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന് പറഞ്ഞ സംഭവമാണ്. അതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്പെഷ്യൽ ആൾക്കാർക്കുള്ളതാണ്. ജനറൽ കാറ്റഗറി ഉള്ളവർ. അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ഉണ്ട്, ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറി പെടുന്നവർക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് വൈസ് ആണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലായിരിക്കും. സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ കേരള ഫുള്ളായിരിക്കും. അതങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അതെല്ലാം ഉദ്ദേശിക്കുന്നുള്ള ഏറ്റവും താഴെ എഴുതി വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ സംഭവം സെലക്ട് ചെയ്യുകയാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ +2 യോഗ്യത എന്നൊക്കെ പറഞ്ഞ ജോലി വരുമ്പോൾ ആ ഒരു ജോലി സെലക്ട് ചെയ്ത് സൈഡിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അവിടെ ഏറ്റവും എലിജിബിൾ എന്നായിരിക്കും കാണിക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ താഴെ I am എലിജിബിൾ എന്ന് അവിടെ കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മുടെ 10th ലെവലാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ നമ്മൾ +2 ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ യൂസിങ് ഇക്വാലൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ആ ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ലഭിക്കും. അവിടെ ആണെങ്കിൽ നമ്മുടെ ഫോട്ടോ, നമ്മൾ PSCയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ അനുസരിച്ചുള്ള പേരും അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന നമ്പരും ഡേറ്റും അതുപോലെ തന്നെ അവിടെ കൊടുക്കുക. അതിലൊരു മാറ്റവും വരാൻ പാടില്ല. അതിനുശേഷം താഴെയുള്ള സംഭവത്ത് ആ ഒരു ചെക്ക് ബോക്സ് ഉള്ളിടത്ത് ഒന്ന് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെക്ക് ബോക്സ് ഇടാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ചെക്ക് ബോക്സ് എല്ലാം ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള സംഭവം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറയും. അവിടെ നമ്മളാണെങ്കിൽ ഡു യു ബിലോങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അത് S ആണെങ്കിൽ S കൊടുക്കുക. ഞാനവിടെ നോ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ജോലിക്ക് നിങ്ങൾ അർഹനാണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഈ ഒരു OK കൊടുക്കാം. അപ്പോൾ ഈ ഒരു OK ഫോണിലാണെങ്കിൽ വർക്ക് ആവത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ പഫിൻ ബ്രൗസർ വേണം. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്യാം. അതിനുശേഷം OK കൊടുക്കാം. ഈ OKയും ഫോണിൽ വർക്കാവില്ല. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പ്രിൻ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്രിവ്യൂ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം കറക്റ്റാണോ എന്ന് ഒന്നും കൂടെ നോക്കുക. എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഒന്നും കൂടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള സംവിധാനം
ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ജോലികളുടെ എല്ലാം ഫുൾ ലിസ്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ വർഷം തിരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാറാകുമ്പോൾ നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എക്സാം എഴുതാൻ പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് PSCയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് PSC വെബ്സൈറ്റിൽ നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. PSC ടെസ്റ്റുകൾ എഴുതുക. ഗവൺമെൻറ് ജോലികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഗവൺമെൻറ് ജോലി പറ്റുമെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കാനും മറക്കണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.